أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال إن رسولكم الذي أرسل إليكم لمجنون قال رب المشرق والمغرب وما بينهما إن كنتم تعقلون صدق الله العظيم. സൂറത്തു ഷുഅറ 27:8. ഖാല മൂസ ഫിറഔൻ പറഞ്ഞു, ഇന്ന റസൂലക്കും, നിശ്ചയം നിങ്ങളുടെ റസൂൽ ദൂതൻ, അഥവാ നിങ്ങൾക്കുള്ള ദൂതൻ, അല്ലദീ ഉർസില ഇലൈക്കും, നിങ്ങളിലേക്ക് അയക്കപ്പെട്ടവനായ നിങ്ങൾക്കുള്ള ദൂതൻ, ലമജ്നൂൻ, ഉറപ്പായിട്ടും ഒരു ഭ്രാന്തൻ തന്നെയാണ്. ഖാല, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി, മശ്രിഖിൻ്റെയും അഥവാ ഉദയസ്ഥാനത്തിൻ്റെയും വൽ മഗ്രിബി അസ്തമയസ്ഥാനത്തിൻ്റെയും റബ്ബ്, വമാ ബൈനഹുമ, അവയ്ക്കിടയിലുള്ളതിൻ്റെയും, ഇൻ കുന്തും തഅഖിലൂൻ, നിങ്ങൾ അഖിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അഥവാ ബുദ്ധിയുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ചിന്തിച്ചറിയുന്നവരാണെങ്കിൽ എന്നർത്ഥം. മൂസ അലൈഹിസ്സലാമും ഫിറൗനും തമ്മിലുള്ള സംവാദം തുടരുകയാണ്. കളിയാക്കി, അബുസമാവാത്തി വൽ അർളി വമാ ബൈനഹുമ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചുറ്റുമുള്ളവരോട് ചോദിച്ചു, കേൾക്കണില്ലേ നിങ്ങളെന്ന്. എന്ന് പറഞ്ഞാൽ എന്ത് വിഡ്ഢിത്താണ് ചങ്ങാതി പറയുന്നത് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ മൂസ അലൈഹിസ്സലാം ഒന്നുകൂടി മാറ്റി പറഞ്ഞു, റബ്ബു ആബായിക്കുമുൽ അവ്വലീൻ എന്ന്. നിങ്ങളുടെ, ഞാനാണ് എന്ന് ഫിറൗന് പറയാൻ കഴിയാത്ത ഒന്നാണ് പൂർവ്വപിതാക്കന്മാരുടെ റബ്ബ് എന്ന് പറയുന്നത്. അതിനെ പരിഹസിച്ചുകൊണ്ട് ഫിറൗൻ തിരിച്ചടിച്ചു, ഖാല ഇന്ന റസൂലക്കുമുല്ലദീ ഉർസില ഇലൈക്കും ലമജ്നൂൻ, നിങ്ങൾക്ക് അയക്കപ്പെട്ടിരിക്കുന്ന റസൂലാണ് ഇത് എന്ന് സമ്മതിച്ചിട്ടാണോ ഈ വർത്തമാനം? അല്ല, എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആള് എന്ന നിലയിലാണ്. അഥവാ നിങ്ങളിൽ ഇവനാണ് റസൂലെങ്കിൽ, ഇവനെയാണ് അല്ലാഹു തആല നിങ്ങൾക്ക് അയച്ചിട്ടുള്ളതെങ്കിൽ, അഥവാ ദൈവം പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥൻ നിങ്ങൾക്ക് അയച്ചിട്ടുള്ളതെങ്കിൽ ഈ ചങ്ങാതി തനി ഭ്രാന്തനാണ് എന്ന് അങ്ങേയറ്റത്തെ പരിഹാസത്തിലൂടെയാണ് ഫിറൗൻ മറുപടി പറയുന്നത്. കാരണം എന്താണ്? ഭ്രാന്തമായ ജൽപ്പനങ്ങളാണ് പ്രപഞ്ചത്തിൻ്റെ റബ്ബ്, മുൻഗാമികളുടെ റബ്ബ്, റബ്ബുൽ ആലമീൻ എന്നൊക്കെ പറയുന്നത് എന്ന് പുച്ഛിക്കുകയാണ് ഫിറൗൻ ചെയ്യുന്നത്. അതിന് അതേ തരത്തിൽ തന്നെ മറുപടിയും പറയുകയാണ് മൂസ അലൈഹിസ്സലാം. ഖാല റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്, മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും റബ്ബ്, ഉദയസ്ഥാനത്തിൻ്റെ റബ്ബ്, അത് പറഞ്ഞാൽ സൂര്യന് എൻ്റെ നിയന്ത്രണത്തിലാണ്, ഞാനാണത് എപ്പോൾ ഉദിക്കണമെന്നും എപ്പോൾ അസ്തമിക്കണമെന്നും തീരുമാനിക്കുന്നത് എന്ന് ഫിറൗനിന് പറയാൻ പറ്റുകയില്ലല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദിനോട് പറഞ്ഞ അതേ വർത്തമാനം, ഇന്നല്ലാഹ യഅ്തി ബിശംസി മിനൽ മശ്രിഖി ഫഅ്തി ബിഹാ മിനൽ മഗ്രിബ്, അല്ലാഹു തആല സൂര്യനെ കിഴക്കുദിപ്പിക്കുന്നു, എന്നാൽ നീ ഒന്ന് പടിഞ്ഞാറാക്ക്. അതേ ആശയം മറ്റൊരു ഭാഷയിൽ പറഞ്ഞതാണ് ഇവിടെ മൂസ അലൈഹിസ്സലാം പറഞ്ഞത് ഉദ്ധരിച്ചിട്ടുള്ളത്. കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഉടമസ്ഥൻ ആരാണ്? അത് ഞാനാണ് എന്ന് ഫിറൗനിന് പറയാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫിറൗന് നമ്രൂദ് എന്നൊക്കെ പറഞ്ഞാൽ ആ കഥ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക എന്തോ ഒരു ഭീകരജീവി, കണ്ടാൽ പേടിയാകുന്നൊരു കോലം, ഇങ്ങനെയൊന്നുമല്ല. വളരെ സുന്ദരന്മാരായ, നല്ല വാചാലതയുള്ള, വാക്ക് സാമർഥ്യമുള്ള, സുന്ദരമുഖമുള്ള, എന്നാൽ കടുത്ത അഹങ്കാരം വെച്ച് പുലർത്തുന്ന ആളുകളാണ് ഈ വക സാധനങ്ങളൊക്കെ. ഇപ്പോൾ ലോകത്തുള്ള സ്വേച്ഛാധിപതികളെ, ഭ്രാന്തമായ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെയൊക്കെ കണ്ടാൽ
അവരെ സ്വന്തം നിലയിൽ അവർ എത്ര മനോഹരന്മാരാണ്, അതുപോലുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ സൂര്യനെ ഉദിപ്പിക്കുന്നതും അസ്തമിപ്പിക്കുന്നതും ഒക്കെ ഞാനാണ് എന്നൊന്നും അവരാരും പറയില്ല. അതുകൊണ്ടാണ് അവിടെ തന്നെ വെച്ച് അടിക്കുന്നത്. മൂസ അലൈഹിസ്സലാം കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും റബ്ബ് പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ഞങ്ങൾ റസൂലിൻ്റെ റബ്ബുൽ ആലമീനിൻ്റെ റസൂലാണ്. അതിനാണല്ലോ വമാ റബ്ബുൽ ആലമീൻ എന്ന് ഫിറോൻ ചോദിച്ചത്. അത് കിഴക്കും പടിഞ്ഞാറും ഒക്കെ നിയന്ത്രിക്കുന്ന റബ്ബാണ്. വമാ ബൈനഹുമ, അതിൻ്റെ ഇടയിലുള്ളതിൻ്റെയും എന്ന് പറഞ്ഞാൽ താനുൾപ്പെടെ ഫിറോൻ ഉൾപ്പെടെ ഉള്ളവരുടെയും റബ്ബാണ് എന്നെ പറഞ്ഞയച്ച അള്ളാഹു. അഥവാ ആ റബ്ബിൻ്റെ ദൂതന്മാരായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇൻ കുന്തും തഅഖിലൂൻ, അത് ഇല്ല മജ്നൂൻ എന്ന് പറഞ്ഞതിൻ്റെ തിരിച്ചടിയാണ്. നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തത്, റബ്ബുൽ ആലമീന് ലോകം നിയന്ത്രിക്കുന്ന ഒരുത്തനുണ്ടെന്നും അവൻ്റെ ദൂതനാണെന്നും മനസ്സിലാകാത്തത് അഖിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാകും. ഏത് കിഴക്കിൻ്റെയും പടിഞ്ഞാറ്, മനുഷ്യൻ അടിമയാണല്ലോ, മനുഷ്യൻ വഴങ്ങി ജീവിക്കുകയാണ്. രാവ് എപ്പോൾ ആരംഭിക്കണമെന്നും എപ്പോൾ അസ്തമിക്കണമെന്നും എന്നൊന്നും പറയാനുള്ള ഒരു വകുപ്പും മനുഷ്യനില്ല. രാവ് പകലുകൾക്കനുസരിച്ച് ജീവിക്കുക മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നിട്ട് അതിലൊരുത്തൻ വലിയ ഞാനാണ് റബ്ബ് എന്ന് പറയണതിന് ആലോചിച്ച് നോക്കിയാൽ എന്തർത്ഥമാണുള്ളത്? രാവും പകലും ഇങ്ങനെ ചലിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ഒരിക്കൽ അവൻ മരിച്ചു കിടക്കും, മരിച്ചു വീഴും, അത്രയല്ലേ ഉള്ളൂ. അതാണ് എല്ലാ കാലത്തും പ്രസക്തമായൊരു സംഗതിയാണ്. അല്ലാഹു തആലാന്റെ അടിമയായി ജീവിക്കുകയല്ലാതെ പ്രപഞ്ചത്തിൻ്റെ ചലനത്തെ നിയന്ത്രിക്കാൻ ഒരു മനുഷ്യനല്ല, സകല മനുഷ്യർ കൂടി വിചാരിച്ചാലും നടക്കുകയില്ല. മറ്റൊരു കാര്യവും കൂടി ഈ റബ്ബുൽ മശ്രിഖ് വൽ മഗ്രിബി പറയുന്നതിലുണ്ട്. പിന്നെ അല്ലാഹു തആല സൂറത്തു ആല ഇംറാനിൽ തൂലിജുൽ ലൈല ഫിന്നഹാരി വ തൂലിജുൻ നഹാറ ഫിൽ ലൈലി വ തുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വ തുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി, രാവിനെ തൂലിജുൽ ലൈല ഫിന്നഹാരി, പകലിനെ രാത്രിയിൽ കടത്തുന്നു, രാത്രിയെ പകലിൽ കടത്തുന്നു. എന്തിനാണ് അവിടെ പറഞ്ഞത്? മാറി വരും. ഇപ്പോൾ ലോകാവസാനം വരെ നിലനിൽക്കുന്നു എന്ന് അഹങ്കരിക്കുന്ന ആളുകളൊക്കെ വരും, പിന്നെ അസ്തമിക്കും. ഏതുപോലെ? സൂര്യൻ അസ്തമിക്കുന്നത് പോലെ. അതുപോലെ തന്നെ തിരിച്ചും സംഭവിക്കും. അഥവാ ഇരുട്ടിന് ശേഷം പുതിയ പ്രഭാതം, പുതിയ ഉദയം ഉണ്ടാകും. അല്ലാതെ ഇവിടെ ഒന്നും ശാശ്വതമല്ല, അതിൻ്റെ ഇടയിലുള്ളതും ശാശ്വതമല്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. മൂസ അലൈഹിസ്സലാം അനുയായികളോട് പറയുന്നുണ്ട് പിന്നീട്, ഇന്നൽ അർള ലില്ലാഹ് യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദി, ഭൂമി അള്ളാഹുവിൻ്റെതാണ്, അവൻ്റെ അടിമകളിൽ നിന്ന് അവനുദ്ദേശിക്കുന്നവരാണ് അതിൻ്റെ അനന്തരാവകാശികളാകുക എന്ന്. ഇവിടേക്കൊക്കെ ധ്വനിയുള്ളതാണ്. ഞാൻ റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറഞ്ഞ് താൻ ഇരിക്കുകയാണെങ്കിൽ തൻ്റെ നിയന്ത്രണം, അധികാരം അതൊക്കെ വളരെ പരിമിതമാണ്. അതൊക്കെ അസ്തമിക്കുന്നതും പുതിയ പ്രഭാതം ഉദിക്കുന്നതുമാണ്. അതൊന്നും നിയന്ത്രിക്കുന്നത് നീയല്ല. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവന് അധികാരം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം നീക്കുന്നു, ഉദ്ദേശിക്കുന്നവന് പ്രതാപിയാക്കുന്നു, ഉദ്ദേശിക്കുന്നവനെ നിന്ദ്യനാക്കുന്നു എന്നൊക്കെ സൂറത്തുൽ ആല ഇംറാന്റെ ആദ്യ ഭാഗത്ത് വരുന്ന ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ. ഇതിലേക്കൊക്കെ ധ്വനി പോകുന്നതാണ് റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമ എന്ന് പറയുന്നത്. അഥവാ കിഴക്കുദിക്കുന്നത് എന്താണെന്നും പടിഞ്ഞാറ് അസ്തമിക്കേണ്ടത് എന്താണെന്നും അതിൻ്റെ ഇടയിൽ സംഭവിക്കേണ്ടത് എന്താണെന്നും ഒക്കെ തീരുമാനിക്കുന്ന റബ്ബ് പറഞ്ഞയച്ചിട്ട് വന്നതാണ് ഞാൻ, അല്ലെങ്കിൽ ഞങ്ങൾ. ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ എന്ന് വളരെ മർമ്മത്ത് കൊള്ളുന്ന മറുപടിയായിട്ടാണ് മൂസ അലൈഹിസ്സലാം സംസാരിക്കുന്നത്. അതിന് ഫിറോൻ പിന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നീ പറയും പോലെ അല്ല, അതൊക്കെ എൻ്റെ നിയന്ത്രണത്തിലാണെന്നൊന്നും പറയണില്ല. നമ്രൂദ് ഇബ്രാഹിം നബിയോട് ഉത്തരം മുട്ടി, ബുഹിതല്ലദീ കഫർ, അതുപോലെ ഉത്തരം മുട്ടുകയാണ്. പക്ഷേ ഉത്തരം മുട്ടിയിട്ട് പിന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത ആയത്തിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹസ്നിനാ വദഹാബ ഹമ്മിനാ
وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.